32 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ടെക്നീഷ്യനാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൈയെല്ലാം അലർജി വന്നിട്ട് ഈ ചൊറിയാൻ തുടങ്ങി ഭയങ്കരമായിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ കാർബറേറ്റർ എങ്ങനെയായാലും അത് ക്ലീൻ ചെയ്യേണ്ടി വരും. നമസ്കാരം. നമ്മുടെ പ്രേക്ഷകരിൽ ഒരു 95% ഏതെങ്കിലും ഒരു വണ്ടി ഓടിക്കുന്നവരാകും, അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ളവരായിരിക്കും. തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അവർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം തങ്ങളുടെ വണ്ടിയിൽ എന്ത് തരം പെട്രോളാണ് അടിക്കുന്നത് എന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല. കഴിഞ്ഞ ഒരു വർഷമായി ഒരുവിധം എല്ലാ പെട്രോൾ പമ്പിലും E20 പെട്രോളാണ് അത്ര വിൽക്കുന്നത്. ഇത് എനിക്കറിയില്ലായിരുന്നു എന്നുള്ളതൊരു സത്യമാണ്. നമ്മൾ ശുദ്ധമായ പെട്രോളാണ് അടിച്ചുകൊണ്ടിരുന്നത് എന്നാണ് വിശ്വാസം. അങ്ങനെ നമുക്ക് ചില വിശ്വാസമുള്ള പമ്പുകളിൽ കയറിയാണ് നമ്മൾ സ്ഥിരമായി പെട്രോൾ അടിക്കുക. അങ്ങനെ ഒരു ശീലം നമ്മളിൽ പലർക്കും ഉണ്ടാവും. അതല്ലാതെ നമ്മൾ വലിയ ലോങ് യാത്രയൊക്കെ പോകുമ്പോൾ പല പമ്പുകളിൽ നിന്നും അപ്പോൾ ആവശ്യമുള്ളപ്പോൾ അടിക്കുന്നല്ലെങ്കിൽ സ്ഥിരമായി ചില പെട്രോൾ പമ്പുകളുണ്ട്, അവരെ നമുക്ക് വിശ്വാസമായിരുന്നു. അങ്ങനെയുള്ള സമയത്താണ് E20 പെട്രോൾ മാർക്കറ്റിൽ എപ്പോഴോ ഇറങ്ങിക്കഴിഞ്ഞു അത്രേ. ഇപ്പോഴാണ് അതൊരു വലിയ വാർത്തയാകുന്നത്. ഇതിന് മൈലേജ് കുറവാണ്, ഒരുപാട് പണി വരുന്നു വണ്ടിക്ക് എന്നൊക്കെയാണ് നമ്മളിപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിലൂടെ അറിയുന്നത്. അങ്ങനെ അനുഭവമുള്ള ഒരു കാർ മെക്കാനിക്കിന്റെ വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വാർത്തകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം പെട്രോൾ അടിക്കാൻ കയറിയപ്പോൾ, അല്ല ചേട്ടാ ഇവിടെ E20 പെട്രോൾ കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇവിടെ ഇത് തന്നെയാണല്ലോ, E20 തന്നെയാണല്ലോ വിൽക്കുന്നത്. അപ്പം ഞാൻ അന്തം വിട്ടുപോയി. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ പെട്രോൾ പമ്പിൽ നിന്നാണ് അടിക്കുന്നത്. അവിടെ E20 പെട്രോൾ വിൽക്കുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. നമ്മളെ ധാരണ ഏറ്റവും നല്ല പെട്രോൾ കിട്ടുന്നുണ്ടെന്നാണ്. കാരണം മറ്റെല്ലായിടത്തും ഒരേ വില, ഈ പെട്രോൾ പമ്പിലും ഒരേ വിലയാണ്. അപ്പോൾ E20 പെട്രോളിന് വില കുറവില്ല, പക്ഷെ മൈലേജ് കുറവുണ്ടത്രേ. അതിപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഒരു 5-10% മൈലേജ് കുറഞ്ഞാൽ ഈ യഥാർത്ഥത്തിലുള്ള പെട്രോളിൻ്റെ വില എന്തായാവും? വീണ്ടും 5%, 10% കൂടുമല്ലോ. അപ്പോൾ 114 രൂപ ഒരു ലിറ്റർ പെട്രോളിന് കൊടുക്കുന്നത് വീണ്ടും 10% കൂടിയാൽ ഒരു 11 രൂപയും കൂടെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്ക് വരുന്നത് 125 രൂപ അസൽ പ്രൈസ് ആവുന്നുണ്ട്. പഴയ ദൂരം നമുക്ക് ഓടണമെങ്കിൽ 125 രൂപ പെർ പെട്രോളിന് നമ്മൾ കൊടുക്കണം. ഇതാരോ നമ്മളെ അറിയാതെ കഴിഞ്ഞ കുറേ കാലമായി നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വേണ്ടേ നമുക്ക് ഇതൊന്നൊക്കെ മനസ്സിലാകാനുള്ളത്. മൈലേജ് കുറവുണ്ട്, ഇത് മാത്രമല്ല വണ്ടിക്ക് ഡാമേജ് വരും, പണി വരും എന്ന് ഒരു മെക്കാനിക്ക് തന്നെ നമ്മളോട് പറയുന്ന വാർത്തയാണ് ഇപ്പം നമ്മൾ കേട്ടത്. ഇത് കുറേ ദിവസങ്ങളിലായി വാർത്തകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചത് E20 പെട്രോൾ വരാൻ പോകുന്നതേ ഉള്ളൂ, അത് നമുക്ക് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ അത് അടിക്കാം, അതല്ലെങ്കിൽ ശുദ്ധമായ പെട്രോൾ അടിക്കാമെന്നല്ലേ. ഇപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. E20 പെട്രോൾ അടിക്കണമെന്നും പറഞ്ഞിട്ട് വേറെ. അപ്പോൾ നോക്കുമ്പോൾ ആ പെട്രോൾ പമ്പിൽ E20 മൂന്നാമത്തെ കൗണ്ടറിൽ E20 പെട്രോൾ നേടിയിട്ടുണ്ട്, ബാക്കിയുള്ളിടത്തൊന്നുമില്ല. അപ്പം ഞാൻ ചോദിച്ചു ആ കൗണ്ടറിൽ മാത്രമാണോ E20 കിട്ടുക എന്ന് ചോദിച്ചപ്പോൾ അല്ലല്ല, എല്ലായിടത്തും എല്ലാ മെഷീനിൽ നിന്നും E20 പെട്രോളാണ് ഇവിടെ കൊടുക്കുന്നത് എന്ന് ആ പെട്രോൾ അടിക്കുന്ന സുഹൃത്ത് നമ്മളോട് പറഞ്ഞപ്പോഴാണ് ഇത് ഇങ്ങനൊരു ചതി അറിയാതെ ഒരു വർഷമായിട്ട് നമ്മളെ എത്ര രൂപ, കോടിക്കണക്കിന് രൂപയായിരിക്കും ഈ തോതിൽ പോകുന്നുണ്ട്. ആക്ച്വലി 1 ലിറ്റർ എത്തനോളിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ എത്തനോൾ എന്ന് പറയുന്നത്. 1 ലിറ്റർ എത്തനോൾ ഉണ്ടാക്കാൻ ഏതാണ്ട് ചെലവ് വരുന്നത് 50-60 ഇടയ്ക്കുള്ള രൂപയാണ് അത്ര ചെലവ് വരുന്നത്. അതാണ് ഈ 115 രൂപ വില കൊടുത്ത് നമ്മൾ ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇവർ എത്തനോൾ മിക്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെട്രോൾ കിട്ടാതെ ഇപ്പോൾ ഈ എത്തനോൾ മിക്സ് ചെയ്ത് അവർ ഈ കൊള്ള ലാഭത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ പിന്നിലുള്ള താല്പര്യങ്ങൾ പലതും പറഞ്ഞു കേൾക്കാനുണ്ട്. അതെന്താണെന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാമായിരിക്കാം, അത് അവർ തന്നെ പറയട്ടെ. ഈ വിധത്തിൽ ചതി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇത് ഈ കൺസ്യൂമറിന് അവകാശപ്പെട്ട ഒരു കാര്യം. നമുക്ക് യഥാർത്ഥത്തിൽ ശുദ്ധമായ പെട്രോൾ കിട്ടാൻ ഒരു അവകാശമുണ്ടല്ലോ, അതാണെന്ന് വിശ്വസിച്ച് നമ്മൾ അടിക്കുമ്പോൾ അത് യഥാർത്ഥ പെട്രോൾ ആയിരിക്കണമല്ലോ. അതിൽ ഈ എത്തനോൾ കലർത്തിയിരുന്നു എന്ന് നമ്മൾ ഇതുവരെ അറിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ നമ്മളെ കുറെ കാലമായി ഈ കമ്പനികൾ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പറയുക. ഇതാണ് ഇതിൻ്റെ കാര്യം. കാരണം ഈ എത്തനോൾ കാരണം പഞ്ചസാരയ്ക്ക് പോലും വില കൂടിപ്പോയി. കാരണം നല്ലൊരു ഭാഗം എത്തനോൾ ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെക്കുമ്പോൾ പഞ്ചസാര ഉണ്ടാക്കാൻ ഈ ഷുഗർ കെയിൻ പോകുന്നതിന് ഷോർട്ടേജ് വരും. അപ്പോൾ ഇപ്പോൾ 40 രൂപയ്ക്ക് ഉണ്ടായിരുന്ന നമ്മുടെ റീറ്റെയിൽ മാർക്കറ്റിൽ ഇപ്പോൾ ഏതാണ്ട് 50 രൂപയിലേക്ക് നമ്മുടെ പഞ്ചസാരയുടെ വിലയും കുതിച്ചുയർന്നു. അപ്പോൾ 2 വിധത്തിലാണ് ഇത് മനുഷ്യനെ ദോഷം ചെയ്തിരിക്കുന്നത്. പഞ്ചസാരയുടെ വില കൂടി, ഇവിടെ അറിയാതെ വില 114 എത്തിയാലും യഥാർത്ഥ വില നമുക്ക് 125 രൂപ ഒരാൾക്ക് വഹിക്കേണ്ടി വരുന്നു എന്നുള്ള ഒരു
ഏതാ പറയേണ്ടത്, ഈ കള്ളത്തരത്തിൽ കൂടെ നമ്മളെ അടിച്ചു മാറ്റുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. ഇത് അറിഞ്ഞുകൊണ്ടാണ് അത്രേ ഇപ്പം നമ്മുടെ കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടാക്കിയ ഒരു സ്പിരിറ്റിൽ നിന്ന് E20 ജനതാ പാർട്ടി EJP എന്നൊരു പാർട്ടി ഇപ്പം രംഗത്ത് വന്നിട്ടുണ്ട്. അവർ ശുദ്ധമായ പെട്രോൾ അടിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാടാൻ ഇറങ്ങിയിരിക്കുന്നു എന്നാണ് മാധ്യമങ്ങൾ എന്നൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു വാർത്തയും കണ്ടു നോക്കുക. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. അടുത്തത് എഥനോൾ ഗഡ്കരി. സമൂഹ മാധ്യമങ്ങളിൽ 2 ദിവസമായി നടക്കുന്ന ചർച്ചയാണിത്. എന്താണ് എഥനോൾ ഗഡ്കരി? അതിന് മറുപടി നൽകുന്നത് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകുന്ന E20 ജനതാ പാർട്ടി അഥവാ EJP ആണ്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഒരേ ഒരു ആവശ്യം, ഒരേ ഒരു ദൗത്യം. എഥനോൾ കലർത്താത്ത 100% ശുദ്ധമായ പെട്രോൾ എന്നത് ഓരോ പൗരന്റെയും അവകാശം. നിർബന്ധിത എഥനോൾ കലർത്തൽ ഇല്ലാത്ത 100% യഥാർത്ഥ ഇന്ധനമാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെയാണ് EJPയുടെ ഇൻസ്റ്റഗ്രാം ബയോ. ഒറ്റ ദിവസം കൊണ്ട് എക്സിൽ 20,000-ലേറെ പേരും ഇൻസ്റ്റഗ്രാമിൽ 60,000-ലേറെ പേരുമാണ് EJPയെ ഫോളോ ചെയ്തത്. ഈ നിമിഷമാകുമ്പോൾ EJPയെ ഫോളോ ചെയ്തവരുടെ എണ്ണം അതിന്റെ ഇരട്ടിയിലധികമായിരിക്കും. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ജൻസി പിള്ളേരുടെ സമരം അത്യുജ്വല വിജയം കണ്ടതിന് ശേഷം തൊട്ടുപുറകെ EJP എന്ന E20 ജനതാ പാർട്ടി തങ്ങളുടെ ശുദ്ധമായ പെട്രോളിനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് തുടക്കം കുറിച്ചു എന്ന വാർത്തയുടെ ഭാഗമാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ ദിവസമാണ് E20 പെട്രോളിന് അംഗീകാരം ഗതാഗത വകുപ്പ് കൊടുത്തു എന്ന വാർത്തയൊക്കെ മാധ്യമങ്ങളിൽ വന്നത്. പക്ഷെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, മാസങ്ങളായി, ഏതാണ്ട് ഒരു വർഷത്തോളമായി നമ്മളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ വാഹനങ്ങളിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന പെട്രോള് ഈ എഥനോൾ കലർന്ന പെട്രോളായിരുന്നു. അതിനാണ് നമ്മൾ 114 രൂപയിലധികം, ഒരു ഘട്ടത്തിൽ 116 രൂപ വരെ കൊടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പം ശരിക്കുള്ള പ്രൈസ് എന്ന് പറയുന്നത് ഏതാണ്ട് 125ഓളം രൂപ ആകുമെന്നാണ് പറയണത്. കാരണം മൈലേജ് കുറയുമെന്ന് അവർ തന്നെ അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് ഈ അടുത്ത കാലത്ത് വന്ന വാർത്തകൾ. എന്തായാലും ഈ ചതിക്കുഴിയിലൂടെയാണ് നമ്മളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വാഹനമുടമയും ഓരോ വാഹനം ഓടിക്കുന്ന ആൾക്കാരും ഇതറിയാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളൊന്നും അറിയാതെ തന്നെ നമ്മളെ അതിവിദഗ്ധമായി പോക്കറ്റ് അടിക്കുന്ന ഒരു വിദ്യയാണ് ഇപ്പോൾ ഇവിടെ ഈ കാര്യത്തിൽ നടന്നതെന്നാണ് പലരും പറയുന്നത്. നമ്മുടെ പ്രേക്ഷകർക്ക് ഈ കാര്യത്തിൽ അഭിപ്രായം പറയാൻ നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.